ഭോപ്പാൽ എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഭോപ്പാൽ നഗരം. ഭോപ്പാൽ എന്ന സ്ഥലത്തിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഭോപ്പാൽ കേട്ടോ. അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹയർ സ്റ്റഡീസൊക്കെ ഭോപ്പാൽ എന്ന സ്ഥലത്തായിരുന്നു. എൻ്റെ ഹയർ സ്റ്റഡീസൊക്കെ ഭോപ്പാൽ എന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഭോപ്പാൽ നഗരത്തെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഭോപ്പാൽ മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമാണ്. മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം ഭോപ്പാലാണ്. നമ്മൾ മധ്യപ്രദേശിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തില്ല. ഭോപ്പാൽ. അതുപോലെ തന്നെ ഭോപ്പാലിലെ ഭാഷ എന്താണ്? ഭോപ്പാലിലെ ഭാഷ ഹിന്ദിയാണ്. അതുപോലെ തന്നെ ഭോപ്പാൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്ഥലമല്ല. നമുക്കറിയാം, മധ്യപ്രദേശ് എന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഭോപ്പാൽ. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അങ്ങനെയുള്ള മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഭോപ്പാൽ. കാരണം ഇന്നത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് 9 കോടിയോളം ജനങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 9 കോടിയോളം ജനങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ട് എവിടെയാണ്? മധ്യപ്രദേശിൽ. അപ്പം അങ്ങനെയുള്ള അത്ര കണ്ട് ജനങ്ങൾ വസിക്കുന്ന മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമാണെന്ത്? ഭോപ്പാൽ നഗരം, ഭോപ്പാൽ സിറ്റി. അപ്പം ആ സിറ്റി എത്ര കണ്ട് വലുതായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഭോപ്പാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭോപ്പാൽ ദുരന്തം നടന്നത് 1984 ഡിസംബർ 2 അല്ലെങ്കിൽ ഡിസംബർ 3 തീയതികളിലാണ് ഭോപ്പാൽ ദുരന്തം നടന്നത്. 1984 ഡിസംബർ 2 അല്ലെങ്കിൽ ഡിസംബർ 3. അതുപോലെ തന്നെ ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകം കണ്ട ആദ്യത്തെ വ്യാവസായിക ദുരന്തമായിരുന്നു ഭോപ്പാൽ ദുരന്തം. ഭോപ്പാൽ ദുരന്തം. അതുപോലെ ഭോപ്പാൽ ദുരന്തം നടന്ന കമ്പനി ഏതാണ്? യൂണിയൻ കാർബൈഡ് കമ്പനിയാണ്. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകം ഏതാണ്? മീഥൈൽ ഐസോസൈനേറ്റ് ആണ് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം. അതുപോലെ മീഥൈൽ ഐസോസൈനേറ്റ് എല്ലായ്പ്പോഴും 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ. 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതുപോലെ തന്നെ ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തവും ഇത് തന്നെയായിരുന്നു. ഭോപ്പാൽ ദുരന്തം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഭോപ്പാൽ ദുരന്ത സമയത്ത് യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ ചെയർമാനായിരുന്നു ആര്? വാറൻ ആൻഡേഴ്സൺ. അതുപോലെ പറയുകയാണെങ്കിൽ ഭോപ്പാൽ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് അറിയാമോ? ഭോപ്പാൽ നഗരം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയുടെ തീരത്താണ്.